ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊന്നായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അഫിലിയേറ്റഡ് സെന്ററുകളിലേക്കും സെൽഫ് ഫൈനാൻസിങ് ക്യാമ്പസുകളിലേക്കും നടക്കുന്ന ഇന്റഗ്രേറ്റഡ് PG അതുപോലെ തന്നെ PG കോഴ്സുകൾ, LLM കോഴ്സുകളിലേക്കൊക്കെ ഉള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് QCAT എന്ന് പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന പരീക്ഷയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നതാണ് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് പ്രോസ്പെറസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക എന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറകിൽ കാണാം, QCAT എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ admission.uoc.ac.in വെബ്സൈറ്റിൽ കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് QCAT 2024-25 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അവിടെ എൻട്രൻസ് ഓറിയന്റഡ് പ്രോഗ്രാംസ് ആണ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിലേക്കുള്ള കോഴ്സുകളല്ല, PG കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ പ്രോസസ്സാണ് വിവിധ കോഴ്സുകൾക്കുള്ളത്. അതിൽ എൻട്രൻസിന്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം, പ്രോസ്പെറസ് കാണാം, പ്രസ് റിലീസ് കാണാം, അതുപോലെ തന്നെ അപ്ലൈ നൗ എന്നുള്ളത് കാണാം, പിന്നെ ഏതൊക്കെ കമ്മ്യൂണിറ്റീസ് എന്നുള്ള ലിസ്റ്റ് കാണാം, ഫ്രീ സ്ട്രക്ചർ കാണാം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പ്രോസ്പെറസ് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ആൾക്കും സ്വന്തമായിട്ട് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഇന്റർനെറ്റ് ഫെസിലിറ്റിയോ ഉണ്ടെങ്കിൽ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പറയുന്ന സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ സെന്ററുകളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പ്യൂട്ടർ സെന്ററുകളെയോ ഒക്കെ സമീപിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രോസ്പെറസ് കാണാൻ വേണ്ടി സാധിക്കും. പ്രോസ്പെറസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതിലാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് പ്രോസ്പെറസിൽ കൊടുത്തിട്ടുണ്ടാവും. ഏതൊക്കെ കോഴ്സാണ്, എത്രയാണ് ഫീസ് സ്ട്രക്ചർ തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 15/4/2024 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. 5 മണി വരെയാണ്. എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, QCAT അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ക്ലിക്ക് ചെയ്യേണ്ടത്. QCAT അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്യാപ് ഐഡിയും പാസ്വേഡും കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഫസ്റ്റ് ക്യാപ് ക്രിയേഷൻ ആണ്. ക്യാപ് ഐ ഡി വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാപ് ഐ ഡി ക്രിയേഷൻ മൊബൈൽ നമ്പർ ഷുഡ് ബി യുണീക്ക് എന്ന് പറയുന്നുണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, പിന്നീട് രജിസ്ട്രേഷൻ പ്രോസസ്സ് നടത്തണം, കോളേജ് സെലക്ഷൻ നടത്തണം, വെരിഫൈ ചെയ്യണം, പേയ്മെന്റ് ചെയ്യണം, അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം എന്നതാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ക്യാപ് ഐ ഡി ആണ്. അപ്പൊ ക്രിയേറ്റ് ക്യാപ് ഐ ഡിക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ക്രിയേറ്റ് ക്യാപ് ഐ ഡി എന്ന് കൊടുക്കാം. അപ്പൊ ക്രിയേറ്റ് ക്യാപ് ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നമ്പർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങൾ ഏത് കോഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ UG എൻട്രൻസ് ആണോ, PG എൻട്രൻസ് ആണോ, ഇന്റഗ്രേറ്റഡ് PG ആണോ, അതുപോലെ LLM എൻട്രൻസ് ആണോ തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. ഇവിടെ PG എൻട്രൻസ് എന്നുള്ളത് കൊടുക്കാം. PG എൻട്രൻസ് കൊടുക്കുന്ന സമയത്ത് ഗെറ്റ് OTP എന്നുള്ളത് കാണാം. OTP നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും. ആ OTP എന്ത് ചെയ്യണം? നിങ്ങൾ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, OTP വന്നിട്ടുണ്ട്. OTP എന്ന് പറയുന്നത് 93 OTP വന്നു. സ്വാഭാവികമായിട്ടും വെരിഫൈ എന്ന് കൊടുക്കാം. വെരിഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് തന്നെ നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഹോൾഡർ ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അഡീഷണൽ PG കാൻഡിഡേറ്റ്സിന് എനി ഫീ കൺസെഷൻ ഉണ്ടാവില്ല എന്നുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെലക്ട് യെസ് ഓർ നോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്, ഞാൻ PG ഹോൾഡർ ആണ്, അതുകൊണ്ട് യെസ് കൊടുക്കുന്നു. യെസ് കൊടുത്തതിന് ശേഷം ഡീറ്റെയിൽസ് കൊടുക്കുന്നു, പേര് കൊടുക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് വർഷമാണ് നിങ്ങൾ ജനിച്ചത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ UGയിലുള്ള രജിസ്ട്രേഷൻ നമ്പർ, നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്നു. ഇവിടെ ഇമെയിൽ ID കൊടുക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ഇമെയിൽ ID ആവണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ജെൻഡർ കൊടുക്കുന്നു, അഡ്രസ്സ് ഇവിടെ കൊടുക്കുന്നു. ഇതൊക്കെ ഞാൻ ഡെമ്മി ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ പറയുന്നത് എന്താണ്? ക്യാപ് ഐ ഡി ആൻഡ് സെക്യൂരിറ്റി കീ ഹാസ് ബീൻ സെൻഡ് ടു ദ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അപ്പൊ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പറിലേക്ക് ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന അതിലേക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ക്യാപ് ഐ ഡി വെച്ചിട്ട്
നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത്. അവിടേക്ക് ക്യാപ് ഐ ഡി വന്നിട്ടുണ്ടാവും. ക്യാപ് ഐ ഡി ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണ് എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു വെക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഏത് കോഴ്സാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അത് ഏതൊക്കെ ക്യാമ്പസുകളിലേക്കാണ് എന്നുള്ളതൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ലോഗിൻ എന്ന് കൊടുക്കുന്ന സമയത്ത് പിന്നീട് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം, സ്വന്തമായിട്ട് സിസ്റ്റം ആണെങ്കിൽ. നിങ്ങളോട് ഫോട്ടോ അപ്ലോഡ് വേണ്ടി ചോദിക്കുന്നു. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ്. ഞാൻ ജസ്റ്റിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു 40 KB സൈസിലുള്ള ഫോട്ടോ ആവണം. ഇതിൻ്റെ വിഡ്ത്തും ഒക്കെ അതിനനുസരിച്ച് കറക്റ്റ് ആയാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ളൊരു ഫോട്ടോ കിട്ടുക. പിന്നെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ്, പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID, അതുപോലെ തന്നെ മെയിലാണോ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മാരിറ്റൽ സ്റ്റാറ്റസ് സംഗതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സ് കൊടുക്കുക. നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് ചോദിക്കും, ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ളത് ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഗാർഡിയൻ്റെ പേര്, ഫോൺ നമ്പർ, ഗാർഡിയൻ്റെ ഫോൺ നമ്പർ, ഒക്യുപ്പേഷൻ ഉണ്ടെങ്കിൽ ഒക്യുപ്പേഷൻ, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. ഞാനൊരു ഡമ്മി രജിസ്ട്രേഷൻ അതുകൊണ്ട് അത് കൊടുക്കുകയാണ്. റിലീജിയൻ ഏത് കാറ്റഗറി ആണെന്നുള്ളത് കൊടുക്കുക. നിങ്ങൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ ചോദിക്കുന്നുണ്ട്, അല്ല. സ്പോർട്സ് കോട്ട അപ്ലൈ ചെയ്യുന്നുണ്ടോ, അല്ല. നോൺ ക്രീമിലെയർ ആണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോൺ ക്രീമിലെയർ ആണെങ്കിൽ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് എസ് നൽകുകയും NCL സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് SCBC സംവരണത്തിന് അർഹത ഉണ്ടാവുക എന്നുള്ളത് പറയുന്നുണ്ട്. അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം പിന്നീട് നിങ്ങളോട് പോലീസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. +2 മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഹയർ സെക്കൻഡറി വരെയാണ് പഠിച്ച ആളുകളാണ്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് PG ആണെങ്കിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി വരെയുള്ള വിവരങ്ങൾ മാത്രമേ കൊടുക്കാനുണ്ടാവുള്ളൂ. ഇപ്പം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം PGക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഡിഗ്രി വിവരങ്ങളും കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഫൈനൽ ഇയർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ റിസൾട്ട് വരാത്ത ആളുകൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ +2 ആണെങ്കിൽ നിങ്ങളിപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല, HSC ആണ് കഴിഞ്ഞത്, സയൻസ് ഗ്രൂപ്പാണ് കഴിഞ്ഞത്. ഇയർ ഓഫ് പാസ് ഇപ്പോൾ 2024 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക. നമ്മൾ പഴയ ഇതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2016 കൊടുക്കുന്നു, 0 കൊടുക്കുന്നു. ഡിഗ്രി ആക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഡിഗ്രി ഏത് രീതിയാണ്, ഇപ്പം നിങ്ങൾ കാലിക്കറ്റോ കണ്ണൂരോ കേരള മഹാത്മാഗാന്ധിയോ അല്ലാത്ത വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതർ കൊടുക്കുക. അതിനനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കുക. ഏത് കോഴ്സാണ് നിങ്ങൾ കഴിഞ്ഞത് എന്നനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഏത് കൊല്ലാണ് കഴിഞ്ഞത് എന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് നമ്മളിവിടെ 0 0 0 കൊടുക്കുക. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് അപ്ലൈ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. നോ കൊടുക്കുന്നു. ജിയോളജിയോ നാനോ സയൻസോ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുന്ന ആളുകൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഏതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്നുള്ളത് കൊടുക്കുക. അത് അപ്ലൈ ചെയ്യുന്ന ആളുകൾ മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ഹൈ ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. വൺസ് എ ഫോം ഈസ് സബ്മിറ്റഡ് നോ ഫർദർ ചേഞ്ചസ് ആർ അലൗഡ്. ഇത് പ്രത്യേകം പറയുന്നുണ്ട്, ഒരിക്കൽ സബ്മിറ്റ് ചെയ്താൽ പിന്നീട് ചേഞ്ചസ് അലൗഡ് ആവുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് വരുന്ന, ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഏരിയയാണ്. ഇതില് നിങ്ങൾക്ക് ഏത് സെക്ഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇതില് 6 സെക്ഷനുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അപ്പൊ 6 സെക്ഷനുകളിൽ ഏതൊക്കെയാണ് പരീക്ഷ ഉള്ളത് എന്നുള്ളത് പ്രോസ്പെറസിൽ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെഷനിൽ 9 വിഷയങ്ങളാണുള്ളത്. രണ്ടാമത്തെ സെഷനിൽ 9 വിഷയങ്ങളാണുള്ളത്. ആ ദിവസം തന്നെ നടക്കുന്ന രണ്ടാമത്തെ ഫോർനൂൺ സെഷനിൽ ഡേ 2 അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ MA അറബിക്കോ ഫംഗ്ഷണൽ ഹിന്ദിയോ MA ഹിന്ദിയോ MSW ഒക്കെയാണ് എനിക്ക് ഫസ്റ്റ് സെക്ഷൻ എന്നുള്ള സ്വഭാവത്തിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കും. ഞാൻ MSW കൊടുത്തു. രണ്ടാമത്തേതിൽ ഞാൻ MA വിമൺ സ്റ്റഡീസ് കൊടുത്തു. അതുപോലെ തന്നെ മൂന്നാമത്തേൽ ഞാൻ MA ഇംഗ്ലീഷ് കൊടുത്തു. ഇത് ഓർഡർ ഓഫ് പ്രിഫറൻസ് ഒന്നും അല്ല കേട്ടോ. ഇത് നിങ്ങൾ എന്താണ്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അനുസരിച്ച് ഓരോ സെഷൻ അനുസരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കമ്പാരറ്റീവ് ലിറ്ററേച്ചർ കൊടുത്തു, മറ്റൊന്നിൽ MA ഹിസ്റ്ററി കൊടുത്തു, മറ്റൊന്നിൽ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കൊടുത്തു. 6 എണ്ണം കൊടുത്തു. അപ്പോൾ ഒരു കോഴ്സിന് 550 രൂപയാണ്. പ്ലസ്
85 ഫോർ ഈച്ച് ഫോർ എനി അഡീഷണൽ കോഴ്സ്. ഒരു കോഴ്സിന് 550 രൂപയാണ്. അതുപോലെ തന്നെ ഓരോ അഡീഷണൽ കോഴ്സിനും 85 രൂപ. SC ST ആണെങ്കിൽ 285 രൂപയാണ് വരിക. അപ്പൊ 6 കോഴ്സ് ഞാൻ കൊടുത്തു. 6 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും എന്നതാണ്. സേവ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിൽ അടുത്ത ഓപ്ഷൻ വരികയാണ്. ഇപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് 10 കോഴ്സ് വരെ സ്പെഷ്യലൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് MSW സെൽഫ് ഫിനാൻസിങ് എടുക്കുന്ന സമയത്ത് എനിക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? AWS കോളേജ് കല്ലായി ഒരു ഓപ്ഷനാണ്. അതിൽ തന്നെ എനിക്ക് MSW വീണ്ടും സെൽഫ് ഫിനാൻസിങ് സെലക്ട് ചെയ്യാണ്. ഏതാണ്? ഐഡിയൽ കോളേജ് ചെറുപ്പുളശ്ശേരി അല്ലെങ്കിൽ ലിസ കോളേജ് കോഴിക്കോട്, ഇങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഞാൻ MA ഇംഗ്ലീഷ് കൊടുക്കുന്നു. MA ഇംഗ്ലീഷ് കൊടുക്കുമ്പോൾ MA ഇംഗ്ലീഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൽ കൃത്യമായിട്ട് എത്ര സീറ്റ് ഉണ്ട്, എത്ര ഹോസ്റ്റലിൽ എത്ര മെയിൽ ഉണ്ട്, എത്ര ഫീമെയിൽ ഉണ്ട് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്ററി കൊടുക്കുന്നു. ഹിസ്റ്ററി എവിടെയുള്ളത്? ഹിസ്റ്ററി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. ഇനി ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എവിടെയൊക്കെ ഉണ്ട്? അത് ഈ പറയുന്ന പോലെ സെൽഫ് ഫിനാൻസിങ്ങിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ കോളേജ് കാലിക്കറ്റ് ഉണ്ട്. അങ്ങനെ 10 കോഴ്സുകൾ വരെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നതാണ്. അപ്പൊ ഒരു കോഴ്സിൽ തന്നെ വ്യത്യസ്ത ക്യാമ്പസുകളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യാനുണ്ടാവും. എന്നിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എന്നാണ്. ഇനി കൃത്യമായിട്ട് എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളവിടെ കൊടുത്തിട്ടുണ്ടാവും. എന്താണ് ഇവിടെ? എഡിറ്റ് രജിസ്ട്രേഷൻ ആണ്. ഈ പറയുന്ന പോലെ എഡിറ്റ് കോളേജ് ഉണ്ട്, ഫൈനലൈസ് പ്രൊസീഡ് ടു പേയ്മെന്റ് ഉണ്ട്, ചെക്ക് പ്രീവിയസ് പേയ്മെന്റ് ഉണ്ട്. ഇപ്പൊ 835 രൂപയാണ് എനിക്കായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് 835 രൂപ ആവുന്നത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന ഒരു കോഴ്സിന് നിങ്ങൾക്ക് വരുന്നത് 550 രൂപയാണ്. ബാക്കി എന്താണ് 85 രൂപ അഡീഷണൽ കോഴ്സിന് വരുന്നു എന്ന്. അപ്പൊ അതിനനുസരിച്ചാണ് ആ ഫീസ് വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി. ഇനിയിപ്പം നിങ്ങൾക്ക് കൂടുതൽ കോഴ്സ് കൊടുക്കണമെന്ന് കരുതുക. ഇതിപ്പോൾ MA കമ്പാരറ്റീവ് ലിറ്ററേച്ചർ കൊടുക്കണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ MSW തന്നെ വീണ്ടും വേറൊരു കോളേജിൽ കൊടുക്കുന്നു, പ്രിയദർശിനി കോളേജിൽ കൊടുക്കുന്നു. അങ്ങനെ അടുത്തൊരു കോഴ്സ് ഹോളി ക്രോസിൽ കൊടുക്കുന്നു. ജേർണലിസം ഇതിൽ MMO കോളേജിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജേർണലിസത്തിൽ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ 10 കോഴ്സും എന്തായത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും എഡിറ്റ് ചെയ്ത് 10 കോഴ്സ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്നാണ്. അപ്പോൾ ഇത് കൊടുത്തോടുകൂടി എന്താ സംഭവിച്ചത്, വീണ്ടും കോഴ്സിൻ്റെ എണ്ണം കൂടി 920 എത്തി എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഫൈനലൈസ് ആൻഡ് പ്രൊസീഡ് ടു പേയ്മെന്റ് എന്നുള്ളതിലേക്കാണ് പോകേണ്ടിണ്ടാവുക. അവിടെ ഫൈനലൈസ് എന്നുള്ളതിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് പേയ്മെന്റ് ചെയ്യാൻ? ഓൺലൈൻ SBI വഴി പേയ്മെന്റ് ചെയ്യാം, SBI പേയ്മെന്റ് ഗേറ്റ് വഴി പേയ്മെന്റ് ചെയ്യാം, അക്ഷയ ത്രൂ പേയ്മെന്റ് ചെയ്യാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചലാൻ കൗണ്ടർ വഴി പേയ്മെന്റ് ചെയ്യാം എന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചലാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ചലാൻ ക്ലിക്ക് ചെയ്തു, അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. ഇവിടെ ചലാൻ നമ്പർ നിങ്ങൾ കിട്ടി. ഈ പറയുന്ന പോലെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൗണ്ടറിൽ പോയിട്ട് ഈ ചലാൻ നമ്പർ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേയ്മെൻറ്റ് അടക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് അതിന് സാധ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ വീണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ SBI വഴിയൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇത് കംപ്ലീറ്റ് പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോമും ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു PDF ഫോർമാറ്റ് കിട്ടും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയോ മെയിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കുകയൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതായിട്ട് വരിക. യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതായിട്ടില്ല എന്നതാണ്. ഫർദർ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ക്യുക്കാറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് അപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിനെ ബന്ധപ്പെടാവുന്നതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.